എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ? ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ സീറോത്ത് പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ. റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ്റെ സീറോത്ത് പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ R is equal to a proportionality constant K into R raised to 0. What is R raised to 0? 1. Therefore, R is equal to K. That means rate is a constant. That is the condition for zero order reaction. That means rate always be a constant for zero order reaction. Ini integrated rate constant expression for zero order reaction. But derive an expression for the rate constant of zero order reaction. Zero order reaction K യുടെ expression നമുക്ക് derive ചെയ്യണം. അപ്പോൾ ഡെറിവേഷൻ നമുക്ക് എങ്ങനെ തുടങ്ങാം? കൺസിഡർ എ സീറോ ഓർഡർ റിയാക്ഷൻ. സേ R gives products. Then രണ്ട് കാര്യം കൂടെ അസ്യൂം ചെയ്യാം. ലെറ്റ് R0 be the initial concentration of reactant. Initial concentration of reactant. റിയാക്ടൻ്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 എന്നും R be the concentration of reactant after time T. T സമയത്തിന് ശേഷമുള്ള റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ R എന്നും ഇരിക്കട്ടെ. ഇനി റേറ്റ് R is proportional to സീറോ ഓർഡർ അല്ലേ, അപ്പോൾ R raised to 0. Therefore R is equal to a proportionality constant K into എന്താണ് K? Rate constant into R raised to 0. Therefore R is equal to K എന്ന് കിട്ടും. R raised to 0 1 അല്ലേ, അപ്പോൾ rate is equal to K. ഇനി റേറ്റിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതാം. ഇൻ ടേംസ് ഓഫ് റിയാക്ടൻ എന്താണ്? R is equal to rate of disappearance. അപ്പോൾ മൈനസ് dr/dt എഴുതിക്കൂടെ? അപ്പോൾ ആറിന് പകരം മൈനസ് dr/dt ഈസ് ഈക്വൽ ടു K. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് dr ഈസ് ഈക്വൽ ടു K ഇൻറ്റു dt. ഇവിടെ നോക്കിയേ, ഇടത്തുവശവും വലത്തുവശവും ഒരു സ്മോൾ വാല്യൂസ് ഉണ്ട് അല്ലേ? ദാറ്റ് മീൻസ് an infinitesimally very small change in concentration of reactant, that is dr. An infinitesimally very small time interval, that is dt. ഇതൊരു ചെറിയ വാല്യൂ, ഇതും ഒരു ചെറിയ വാല്യൂ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ വാല്യൂസിനെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഒരുമിച്ച് ചേർത്തെടുക്കുക. അതിനുവേണ്ടി ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, അതിനെ വിളിക്കുന്നവരാണ് ഇൻ്റഗ്രേഷൻ. അതുകൊണ്ട് നമ്മൾ ഈ എക്സ്പ്രഷനെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. ഇപ്പോൾ മൈനസ് സൈനാണ്, അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷന് പുറത്തെടുക്കാം. മൈനസ് ഇൻ്റഗ്രൽ dr ഈസ് ഈക്വൽ ടു, ഇവിടെ K ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ Kയ്ക്ക് ഒരു നിശ്ചിത വാല്യൂ ഇല്ലേ, അപ്പോൾ Kയുടെ വാല്യൂ ചേഞ്ച് ചെയ്യില്ലല്ലോ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേഷന് പുറത്തെടുക്കാം. അപ്പോൾ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാം. K ഇൻറ്റു ഇൻ്റഗ്രൽ dt, ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ dx. ഇൻ്റഗ്രേഷൻ ഒരു റൂളാണ്. എക്സിൻ്റെ ഒരു ചെറിയ പാർട്ടിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ എന്ത് കിട്ടും? എക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ dr ക്യാൻ ബി റിട്ടൺ ആസ് R ഈസ് ഈക്വൽ ടു പറയും K ഇൻറ്റു ഇൻ്റഗ്രൽ dt എന്താണ്? T. സാധാരണ ഇൻ്റഗ്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാല്യൂ ന്യൂമറിക്കലി ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൂടെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഇറ്റ് ബി തീറ്റ. അത് ദാറ്റ് ക്യാൻ ബി എനി ഇൻറ്റീജർ. ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ തുടക്കത്തിലെ കണ്ടീഷൻ എടുക്കാമല്ലോ. ഇൻ ദ ബിഗിനിങ് ദാറ്റ് ഈസ് വെൻ t ഈക്വൽ ടു 0, റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ R എന്താണ്? R നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ആഫ്റ്റർ ടൈം T. T ടൈം എന്താണ്? 0, തുടങ്ങിയിട്ടില്ല. അപ്പോൾ R എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇനിഷ്യൽ കോൺസെൻട്രേഷനായ R0 തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂം നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? മൈനസ് ആറിന് പകരം R0 ഈസ് ഈക്വൽ ടു K ഇൻറ്റു 0. അപ്പോൾ ആ ടൈം എന്തായി? 0 ആയി. പ്ലസ് തീറ്റ. അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടിയല്ലോ. തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് R0. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഇക്വേഷൻ 1 തീറ്റയ്ക്ക് പകരം കൊടുക്കാൻ പോവാം. അപ്പോൾ മൈനസ് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു T പ്ലസ് തീറ്റയ്ക്ക് പകരം എന്ത് കിട്ടി? മൈനസ് R0. ഇനി മൈനസ് R0 നമ്മൾ ഇടത്ത് വശം കൊണ്ടുവരുന്നു. അപ്പോൾ പ്ലസ് R0 ആയില്ലേ. ഇനി ഇടത്ത് വശത്ത് എന്തുണ്ട്? മൈനസ് R ഉണ്ട്. വലത്ത് വശം മിച്ചമുള്ളത് K ഇൻറ്റു T. നമുക്ക് വേണ്ടത് ആരുടെ വിലയാണ്? റേറ്റ് കോൺസ്റ്റൻറ്റ് Kയുടെ എക്സ്പ്രഷനാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്തുനിന്ന് Kയുടെ വാല്യൂ എഴുതാമല്ലോ. ദെർഫോർ K ഈസ് ഈക്വൽ ടു കൂടിയിരിക്കുന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ R0
minus R divided by T. This is the integrated rate constant expression for zero order reaction. K, rate constant. R0, initial concentration of reactant. R, concentration of reactant after time T. ഇനി എന്താണ് ഹാഫ് ലൈഫ് ഓർ ഹാഫ് ലൈഫ് പീരീഡ്? ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ T half. ഒരു റിയാക്ഷനിൽ റിയാക്ടൻ്റ് തുടക്കത്തിൽ 10 ഗ്രാം ഉണ്ടെന്നിരിക്കട്ടെ, അത് 5 ഗ്രാമായിട്ട് റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നേരെ പകുതി റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഹാഫ് ലൈഫ് പീരീഡ് ഓർ സിംപ്ലി ഹാഫ് ലൈഫ്. അപ്പോൾ 50 ഗ്രാം ആണെങ്കിൽ 25 ഗ്രാമായി മാറാൻ എടുക്കുന്ന സമയം, 100 ആണെങ്കിൽ 50 ഗ്രാമായി മാറാൻ എടുക്കുന്ന സമയം. ദാറ്റ് മീൻസ് ദ ടൈം ടേക്കൺ ടു റിയാക്ട് ഹാഫ് ദ മാസ് ദ റിയാക്ടിങ് സബ്സ്റ്റൻസ് ഇസ് കോൾഡ് ഹാഫ് ലൈഫ് പീരീഡ്. അപ്പോൾ ഇവിടെ ഹാഫ് ലൈഫിൽ T നമുക്ക് T half ആയിട്ട് എടുക്കാം. അപ്പോൾ R എന്തായിരിക്കും? എമൗണ്ട് ഓഫ് റിയാക്ടൻറ്റ് റിമൈനിങ് ആഫ്റ്റർ T half. T half സമയത്തിന് ശേഷം അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡിന് ശേഷം മിച്ചമുള്ളത് എന്താണ്? ഇനിഷ്യലിൻ്റെ നേരെ പകുതി. ദാറ്റ് മീൻസ് R0/2. ഈ രണ്ട് വാല്യൂവും ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ K is equal to R0 മൈനസ് ആറിന് പകരം R0/2 ഡിവൈഡഡ് ബൈ Tക്ക് പകരം T half. ശരിയല്ലേ? Therefore K is equal to R0യിൽ നിന്ന് ഹാഫ് R0 പോയാൽ പ്ലസ് ഹാഫ് R0 ബാക്കി അല്ലേ? R0/2 ഈസ് ദ ബാലൻസ് ഡിവൈഡഡ് ബൈ T half. നമുക്ക് T halfൻ്റെ എക്സ്പ്രഷനാണ് വേണ്ടത്. അപ്പോൾ T half മുകളിലോട്ട് കൊണ്ടുപോയി, അപ്പോൾ K താഴോട്ട് വരും. അപ്പോൾ R0/2ൻ്റെ കൂടെ Kയുടെ വരും. അപ്പോൾ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. പറയും T half is equal to R0 divided by 2K. ഇവിടെ നമുക്ക് മനസ്സിലായി 1/2K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? K is a constant, 2 is a constant. അങ്ങനെയാണെങ്കിൽ T half is equal to a constant into R0. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ടു R0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? T half is proportional to R0. Therefore one can prove that the half-life period of a zero-order reaction is directly proportional to initial concentration of reactant. അതുകൊണ്ടൊരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് ആ റിയാക്ടൻ്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷന് ആനുപാതികമായിരിക്കും. അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി റിയാക്ട് ചെയ്തെടുക്കുന്ന സമയം അതിന് ആനുപാതികമായി കൂടും എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ T half is equal to R0 divided by 2K. അപ്പോൾ T half എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, റേറ്റ് കോൺസ്റ്റൻറ്റ് Kക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ Kയുടെ എക്സ്പ്രഷൻ R0 minus R divided by T. ഹാഫ് ലൈഫിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം? T half is equal to R0 divided by 2K. Therefore one can prove that half-life period is directly proportional to initial concentration of reactant. ഇനി significance of integrated rate constant expression for zero order reaction. എന്തായിരുന്നു റേറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ? K is equal to R0 minus R divided by T. ഈ ഇക്വേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകും. അപ്പോൾ ക്രോസ് ഗുണിക്കുന്നു. അപ്പോൾ K into T is equal to R0 minus R. ഇതിൽ ഞാൻ മൈനസ് R0നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ പ്ലസ് R ആയില്ലേ? ഈ K into Tയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് ആയില്ലേ? മൈനസ് KT. ഇനി റൈറ്റ് സൈഡിൽ മിച്ചം എന്തുകൊണ്ട്? R0. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y is equal to mx plus c എന്ന രൂപത്തിൽ നമുക്ക് എടുക്കാം. ദാറ്റ് മീൻസ് എ പ്ലോട്ട് ഓഫ് y against x gives a slope is equal to m and y intercept is equal to c എന്നല്ലേ ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഓരോ ടൈമിലുള്ള റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ അതിന് കറസ്പോണ്ടിങ് ടൈമിന് എഗൻസ്റ്റായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനെ കാണിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണ്ടേ? ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് എന്താ കാണുന്നത്? -K. അപ്പോൾ സ്ലോപ്പ് എന്തായിരിക്കണം? നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കണം. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് ഗ്രാഫ് താഴോട്ട് ഇങ്ങനെ നിൽക്കും. കണ്ടില്ലേ? ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. പല ടൈമിലുള്ള കോൺസെൻട്രേഷൻ നമ്മൾ ടൈമിന് അഗൻസ്റ്റ് പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടി. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൽ ഏതെങ്കിലും 2 പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ dy/dx നമ്മൾ എടുക്കുന്നു. dy/dx അതല്ലേ എൻ്റെ സ്ലോപ്പ് എന്ന് പറയാം.
അപ്പോൾ ആ dy/dx കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടി. സോ ബൈ നോയിങ് ദ സ്ലോപ്പ് നമുക്ക് k കണ്ടുപിടിക്കാം. കാരണം സ്ലോപ്പ് m എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിൽ ആരുടെ വാല്യൂ ആണ്? -k. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, കിട്ടിയ സ്ലോപ്പ് എന്തിനെ കാണിക്കും? -k. ദെർഫോർ k എന്നുള്ളത് എന്താണ്? നെഗറ്റീവ് വാല്യൂ ഓഫ് ദ സ്ലോപ്പ്. ഇവിടുത്തെ സ്ലോപ്പ് നെഗറ്റീവാണ്, അപ്പോൾ ഈ മൈനസ് ഇടാകുമ്പോൾ k വാല്യൂ പോസിറ്റീവായിട്ട് കിട്ടും. അങ്ങനെ k ക്യാൻ ബി കാൽക്കുലേറ്റ് ഫ്രം ദ സ്ലോപ്പ്. ഇനി ഈ ഗ്രാഫിനെ നമുക്ക് നീട്ടി വരയ്ക്കാമല്ലോ. അപ്പോൾ y ആക്സിൽ വന്ന് മീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ കിട്ടുന്നതല്ലേ y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഈ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 0 ടൈമുള്ള കോൺസെൻട്രേഷൻ, അതായത് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്ത് തന്നെയാണ്? R0. അപ്പോൾ ബൈ നോയിങ് ദ സ്ലോപ്പ് k ക്യാൻ ബി കാൽക്കുലേറ്റഡ്. By knowing the y-intercept, R0 can be calculated. So this is the validity or the significance of the integrated rate constant expression for zero order reaction. So from the slope k can be calculated, from the y-intercept R0 can be calculated. ഇതേപോലെ integrated rate constant expression for first order reaction. ഇപ്പോൾ 0 ഓർഡറിൽ നമ്മൾ എങ്ങനെയാണോ ഡിറൈവ് ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡറിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷനും ഡിറൈവ് ചെയ്യാം. കൺസിഡർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആർ ഗീസ് പ്രോഡക്റ്റ്. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇരിക്കട്ടെ. എന്തായിരുന്നു നമ്മുടെ അസംഷൻ 0 ഓർഡറിൽ? അതേപോലെ ഇവിടെ ലെറ്റ് R0 ബി ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. ദെൻ R എന്താണ്? ബി ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആഫ്റ്റർ ടൈം t സമയത്തിന് ശേഷം റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ R എന്നിരിക്കട്ടെ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 എന്നിരിക്കട്ടെ. ഇനി നമുക്ക് റേറ്റ് എഴുതാമല്ലോ. റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ റേസ് ടു ദ പവർ 1. ദെർഫോർ R ഈസ് ഈക്വൽ ടു എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, സേ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു R റേസ് ടു 1, ദാറ്റ് മീൻസ് R. ഇനി റേറ്റ് നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതാമല്ലോ. ഇൻ ടേംസ് ഓഫ് റിയാക്ടൻ, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻ. എങ്ങനെ എഴുതും? -dr/dt. റിയാക്ടൻ്റ് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ആസ് ടൈം ഇൻക്രീസസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഡിക്രീസസ്. അതുകൊണ്ട് an additional negative sign is added to make the rate as positive. അപ്പോൾ ആറിന് പകരം നമുക്ക് എന്തെഴുതാം? -dr/dt ഈസ് ഈക്വൽ ടു k ഇൻറ്റു R. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഒരേ ടേം ഒരേ സൈഡിൽ കൊണ്ടുവന്നേ. -dr/R താഴെ വന്നു. ഓക്കെ, dt റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ k ഇൻറ്റു dt. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇവിടെയും ഒരു വളരെ ചെറിയ വാല്യൂ ഓഫ് R, ദാറ്റ് മീൻസ് എ സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടർ. അതുപോലെ എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ടൈം, ദാറ്റ് ഈസ് dt. അതുകൊണ്ട് നമുക്കിതിനെ മൊത്തത്തിൽ കിട്ടാൻ എന്ത് ചെയ്യാം? ഇതിനെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നടത്താം. എന്താണ് ആ മാത്തമാറ്റിക്കൽ കമാൻഡ്? ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ മൈനസ് പുറത്തെടുത്തു, മൈനസ് ഇൻ്റഗ്രൽ. ഇതിനെങ്ങനെ എഴുതാം? 1/r dr, ദാറ്റ് മീൻസ് dr/r, 1/r dr ഈസ് ഈക്വൽ ടു k. ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അതിന് ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടല്ലോ, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ നിന്ന് k ഇൻ്റഗ്രേഷന് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ k ഇൻറ്റു പറയും ഇൻ്റഗ്രൽ dt. ഇൻ്റഗ്രൽ dx ഇസ് ഈക്വൽ ടു എന്തെന്നാണ് പഠിച്ചത്? x. അതേപോലെ ഇൻ്റഗ്രേഷൻ വേറൊരു റൂളുണ്ട്. ഇൻ്റഗ്രൽ 1/x dx ഈസ് ഈക്വൽ ടു log x. നമ്മൾ എക്സ്പൊണൻഷ്യൽ ലോഗരിതമാണ് ഇവിടെ എഴുതുന്നത്. ദാറ്റ് മീൻസ് ലോഗരിതം ടു ദ ബേസ് e ഓർ നാച്ചുറൽ ലോഗരിതം. അപ്പോൾ ln x എന്ന് എഴുതും, log x. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഫോമിലാണ്? ഇൻ്റഗ്രൽ 1/x dx. അപ്പോൾ എക്സിന് പകരം ഇവിടെ r. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? log r. അപ്പോൾ ഈ മൈനസ് സൈൻ അതുപോലെ ഇട്ടു. ഇൻ്റഗ്രൽ 1/r dr ഈസ് ഈക്വൽ ടു log r ഈസ് ഈക്വൽ ടു k ഇൻറ്റു dt. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? t. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൂടെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് തീറ്റ. ദാറ്റ് ക്യാൻ ബി എനി ഇൻ്റഗ്രൽ വാല്യൂസ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ 0 ഓർഡറിൽ ചെയ്തതുപോലെ തുടക്കത്തിലെ കണ്ടീഷൻ എടുക്കുക. ഇൻ ദ ബിഗിനിങ് വെൻ t ഈക്വൽ ടു 0 തുടങ്ങിയിട്ടില്ല. അപ്പോൾ R എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് R0.
ഈ വാല്യൂസ് ഇക്വേഷൻ 1 കൊടുക്കാൻ പോകും. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ മൈനസ് എൽ എൻ ആറിന് പകരം R0 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 0. അപ്പോൾ കെ ഇൻറ്റു 0 ഈ ടേം എന്തായി 0 ആയി, പ്ലസ് തീറ്റ. അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടി. എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് എൽ എൻ R0. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1 കൊണ്ട് കൊടുക്കുന്നു തീറ്റയ്ക്ക് പകരം. അപ്പോൾ ഇക്വേഷൻ 1 എങ്ങനെ മാറും? മൈനസ് എൽ എൻ ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി പ്ലസ് തീറ്റയ്ക്ക് പകരം എന്താ? മൈനസ് എൽ എൻ R0. ഇനി നമ്മൾ സീറോ ഓർഡർ ചെയ്ത പോലെ ഈ നെഗറ്റീവ് ടേമിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ അത് പോസിറ്റീവ് ആയില്ലേ? അപ്പോൾ എൽ എൻ R0. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താ മിച്ചമുള്ളത്? മൈനസ് എൽ എൻ ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി, ദറ്റ് ഈസ് കെ ടി. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഇത് ഏത് രൂപത്തിലാണ്? ലോഗ് എ മൈനസ് ലോഗ് ബി. എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി? ലോഗ് എ ബൈ ബി. അപ്പോൾ എൽ എൻ R0 ബൈ ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി. നമുക്ക് കെയുടെ എക്സ്പ്രഷനിലെ വേണ്ടത്, അതുകൊണ്ട് കെ എങ്ങനെ എഴുതാം? കെ ഈസ് ഈക്വൽ ടു ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/t ഇൻറ്റു എൽ എൻ R0 ബൈ ആർ. ദിസ് ഈസ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇത് എക്സ്പോണൻഷ്യൽ ലോഗരിതത്തിലാണ്. അപ്പോൾ നമുക്ക് സാധാരണ കാൽക്കുലേഷൻ ഇത് കോമൺ ലോഗരിതത്തിലോട്ട് മാറ്റണം. ലോഗരിതം ടു ദ ബേസ് 10. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. എന്താണ്? ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇതിനെ, അല്ലേ? അപ്പോൾ പറയൂ, കെ ഈസ് ഈക്വൽ ടു 2.303 ഇൻറ്റു 1/t. അപ്പോൾ ടി താഴെ വന്നു. അപ്പോൾ എന്തായി? ലോഗ്, കോമൺ ലോഗരിതം, ലോഗ് ടു ദ ബേസ് 10, ലോഗ് R0 ബൈ ആർ. So this is the integrated rate constant expression for first order reaction. K is equal to 2.303 divided by T into log R0 by R. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഫസ്റ്റ് ഓർഡർ വെച്ചുകൊണ്ട് ടി കണ്ടുപിടിക്കാൻ, ടൈം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ കെയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടി നമുക്ക് കണ്ടുപിടിക്കാം. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 തരും. ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷമുള്ള റിയാക്ടറിൻ്റെ വാല്യൂവും തരും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഇനി ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ സീറോ ഓർഡറിൽ ചെയ്തതുപോലെ റീഅറേഞ്ച് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ്? റേറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂവും കിട്ടും, അതുപോലെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ്റെ വാല്യൂവും കിട്ടും. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ക്രോസ് ഗുണിക്കുന്നു. അപ്പോൾ കെ ഇൻറ്റു ടി, കെ ഇൻറ്റു ടി 2.303 ഇടത്തുവശം വരുമ്പോൾ അത് താഴെ വരും. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? ലോഗ് R0 ബൈ ആർ. ഈ ലോഗ് R0 ബൈ ആറിനെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. കാരണം എന്താ? ലോഗ് R0 ബൈ ആർ എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. അപ്പോൾ ലോഗ് R0 മൈനസ് ലോഗ് ആർ. ഇനി നമ്മൾ നേരത്തെ സീറോ ഓർഡർ ചെയ്തതുപോലെ ഈ ടേമിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ അത് പ്ലസ് ആവത്തില്ലേ? ലോഗ് ആർ ഈസ് ഈക്വൽ ടു ഈ ടേമിനെ റൈറ്റ് സൈഡിലും കൊണ്ടുപോകും. അപ്പോൾ മൈനസ് കെ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2.303 പ്ലസ് റൈറ്റ് സൈഡിൽ ബാലൻസ് എന്താ ഉള്ളത്? ലോഗ് R0. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ രൂപത്തിലാണ്, അതായത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന രൂപത്തിൽ. അപ്പോൾ പല ടൈമിലുള്ള റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്തിട്ട് ലോഗ് വാല്യൂ ഓഫ് ആർ അത് y ആക്സിൽ എടുത്തിട്ട് x ആക്സിസിൽ ടൈം വെച്ചുകൊണ്ട് പ്ലോട്ട് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്ന എം എന്ന് പറയുന്ന ഇവിടെ എന്താണ്? മൈനസ് കെ ഡിവൈഡഡ് ബൈ 2.303. അപ്പോൾ സ്ലോപ്പിൽ നിന്ന് കെ കണ്ടുപിടിക്കാം. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ നീട്ടി വരച്ച് y ആക്സിൽ കൊണ്ട് മുട്ടിച്ചാൽ y ഇൻ്റർസെപ്റ്റ് സി കിട്ടത്തില്ലേ? അതെന്തായിരിക്കും? ലോഗ് വാല്യൂ ഓഫ് R0. അതിൽ R0 കിട്ടാൻ ലോഗ് മാറ്റുക, ആൻറ്റി ലോഗ്, അല്ലെങ്കിൽ 10 to the power y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നോക്കിയേ, എന്താണ് പ്ലോട്ട് ചെയ്യേണ്ടത്? ലോഗ് വാല്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ഈസ് പ്ലോട്ട് അഗൈൻസ്റ്റ് ദ കറസ്പോണ്ടിങ് ടൈം ടി. ഓക്കെ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഇവിടെ സ്ലോപ്പ് നെഗറ്റീവാണ്. ഗ്രാഫിൻ്റെ നേച്ചർ എന്താണ്? താഴോട്ട് നിൽക്കും.
അപ്പോൾ പല ടൈമിലുള്ള റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരച്ചത്. ഇതിലേതെങ്കിലും 2 പോയിൻ്റ് എടുത്തിട്ട് ആ പോയിൻ്റിൻ്റെ dy/dx എടുക്കുക. അതല്ലേ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് വാല്യൂ എന്തെന്ന് കിട്ടും? dy/dx. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനോട് താരതമ്യം ചെയ്താൽ എമ്മിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? -k/2.303. സോ ബൈ നോയിങ് ദ സ്ലോപ്പ് k ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ കെയുടെ വാല്യൂ എങ്ങനെ വരും? k = -2.303 ഇൻറ്റു സ്ലോപ്പ്. ഇനി ഈ ഗ്രാഫിനെ നീട്ടി വരച്ചേ. അപ്പോൾ y ആക്സിൽ വന്ന് മീറ്റ് ചെയ്യില്ലേ? അപ്പോൾ ഈ പോയിൻ്റാണ് എന്ത്? y ഇൻ്റർസെപ്റ്റ്. അത് ഇക്വേഷനോട് താരതമ്യം ചെയ്താൽ y ഇൻ്റർസെപ്റ്റ് സിക്ക് പകരം ഇവിടെ എന്താണ്? log r0. y ഇൻ്റർസെപ്റ്റ് = log r0. അതിൽ നിന്ന് നമുക്ക് r0 കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ r0 കണ്ടുപിടിക്കാൻ log മാറ്റുക. ആൻറ്റി ലോഗ് y ഇൻ്റർസെപ്റ്റ്, ഓർ യു ക്യാൻ റൈറ്റ് 10⁻y ഇൻ്റർസെപ്റ്റ്. കാരണം അത് കോമൺ ലോഗരിതം ടു ദ ബേസ് 10 ആയതുകൊണ്ട് r0 ക്യാൻ ബി റിട്ടൺ ആസ് 10⁻y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? പല ടൈമിലുള്ള റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ എടുത്തിട്ട് ലോഗ് വാല്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഈസ് പ്ലോട്ട് അഗൈൻസ്റ്റ് ടൈം. ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ആ സ്ലോപ്പിൽ നിന്ന് നമുക്ക് k കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ദാറ്റ്? k = -2.303 ഇൻറ്റു സ്ലോപ്പ്. ഇനി ഗ്രാഫിനെ നീട്ടി വരച്ച് y ആക്സിൽ കൊണ്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് കിട്ടും? y ഇൻ്റർസെപ്റ്റ്. ആ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് വാല്യൂ ഓഫ് r0. അതിൽ നിന്ന് നമുക്ക് r0 കണ്ടുപിടിക്കാം. So this is the significance of the integrated rate constant expression for zero order reaction. ഇനി ഫസ്റ്റ് ഓർഡർ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? The time required to react half the mass of the reactant. ഒരു റിയാക്ടൻ്റെ നേരെ പകുതി റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്നവരാണെന്ത്? ഹാഫ് ലൈഫ് പീരീഡ്. ഉദാഹരണത്തിന് 50 ഗ്രാമിൽ തുടങ്ങിയാൽ അത് നേരെ 25 ഗ്രാമായി മാറാൻ എടുക്കുന്ന സമയം, അതാണ് ഹാഫ് ലൈഫ് പീരീഡ്. അറ്റ് ഹാഫ് ലൈഫ് ടി ക്യാൻ ബി ടേക്കൺ ആസ് ടി ഹാഫ്. ആർ എന്ന് പറയുന്നത് ഹാഫ് ലൈഫിന് ശേഷം മിച്ചം വരുന്നത്, അതെന്താണ്? ഇനിഷ്യലിൻ്റെ നേരെ പകുതി. ഈ 2 വാല്യൂവും ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷനിൽ കൊണ്ട് കൊടുക്കുക. എന്തായിരുന്നു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ? k = 2.303/t ഇൻറ്റു log r0/r. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? k = 2.303/t പകരം t half ഇൻറ്റു log r0/r പകരം എന്താ? r0/2. അപ്പോൾ r0 ക്യാൻസൽ. t half മേലോട്ട് എടുത്തു. അപ്പോൾ t half = 2.303. k താഴെ വന്നു. ലോഗ് ഇത് ഇരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 2 മേളിൽ പോവും. r0 ക്യാൻസൽ. അപ്പോൾ log 2 എന്ന് കിട്ടും. Therefore t half = 2.303/k ഇൻറ്റു log 2ൻ്റെ വാല്യൂ 0.3010. അപ്പോൾ t half = 2.303 0.3010 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.693 എന്ന് കിട്ടും /k. അപ്പോൾ ഹാഫ് ലൈഫിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. എന്താണ്? t half = 0.693/k. അപ്പോൾ ഈ ഹാഫ് ലൈഫിൻ്റെ എക്സ്പ്രഷൻ നമുക്കൊരു കാര്യം മനസ്സിലായി. 0 ഓർഡറിലുള്ളതുപോലെ r0 എന്ന് പറഞ്ഞ ടൈം ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാം എന്ത്? ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, ദാറ്റ് ഈസ് r0. ഇവിടെ 0.693യും kയും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫ് പീരീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ പ്രൂവ് ദാറ്റ് ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ first order reaction is a constant, or the half life period of a first order reaction is independent of initial concentration of reactant. This is the rate constant expression. Half life in a condition kodukumbo t half is equal to 0.693/k. Thus the half life period of a first order reaction is independent of initial concentration of reactant, or the half life period is a constant. എന്തായിരുന്നു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ്റെ സിഗ്നിഫിക്കൻസ്? അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. അപ്പോൾ log value of concentration is plotted against time t, then it gives a straight line having slope is equal to -k/2.303 and y intercept is equal to log r0. By knowing the slope,
K can be calculated. That is K is equal to minus 2.303 into slope. From the y-intercept, R0 can be calculated. That is R0 is equal to 10 raised to y-intercept or antilog of y-intercept. This is the plot. Log R0 by R is plotted against time t. The plot is a straight line starting from the origin. Now, slope is the positive slope, K by 2.303. Y-intercept is 0. So that the straight line equation corresponding to the plot is log R0 by R is equal to Kt by 2.303. Therefore, a plot of log R0 by R against time t gives a straight line with the slope is equal to K by 2.303, positive slope. Y-intercept 0. നമ്മൾ പഠിച്ച പോയിന്റ്സ് വെച്ചുകൊണ്ട് ഈ പറയുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ റിയാക്ഷൻ NO2 പ്ലസ് CO ഗീസ് NO പ്ലസ് CO2. റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ റിയാക്ഷൻ? റേറ്റ് കോൺസ്റ്റൻറ്റ് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ വെച്ചുകൊണ്ട് അതേപോലെ അല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ റിയാക്ഷൻ ഒരു എലമെൻ്റ് റിയാക്ഷൻ അല്ല, ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ അഥവാ കോംപ്ലക്സ് റിയാക്ഷൻ ആയിരിക്കും. വാട്ട് ഈസ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു NO2? NO2 പവർ 2. ദെർഫോർ ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു NO2 ഈസ് 2. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു CO, റേറ്റിലായാലും CO വന്നിട്ടില്ല, അതുകൊണ്ട് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു CO ഈസ് 0. വാട്ട് ഈസ് ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം, ദാറ്റ് ഈസ് 2 ഓൺലി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ വലുതാണെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇവിടെ കോൺസെൻട്രേഷൻ പാർഷ്യൽ പ്രഷറിൽ പറഞ്ഞിരിക്കും. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് കാറ്റലൈസ്ഡ് ബൈ അയഡിൻ കാറ്റലിസ്റ്റ് ഇൻ ആൽക്കലൈൻ മീഡിയം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ റേറ്റ് എക്സ്പ്രഷൻ തന്നാൽ ഓവറോൾ ഓർഡർ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5, ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ ഓർഡർ ഫ്രം ഈച്ച് ഓഫ് ദ ഫോളോയിങ് റേറ്റ് കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കാം. കാരണം ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് മോൾ പോലെ വരുമ്പോൾ നമ്മൾ ജനറലായിട്ട് എന്താ 1 - n ആണിത്. അപ്പോൾ ഇവിടെ മോളിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുക, എന്നാണ് -1. അപ്പോൾ n കണ്ടുപിടിക്കാൻ n അപ്പുറത്ത് കൊണ്ടുപോയി +n, -1 ഇപ്പുറത്ത് വന്നു, അപ്പോൾ ഓർഡർ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാം. പെർ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ടൈമിൻ്റെ ഡയമെൻഷൻ മാത്രം വന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, അവിടെ റേറ്റ് ലോ തന്നിട്ടുണ്ട്, ഓർഡർ കണ്ടുപിടിക്കണം, സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം. ഓക്കെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് X to Y ഫോളോ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. If the concentration of X is increased 3 times, how will affect the rate of formation of Y? അപ്പോൾ റേറ്റ് ലോ എഴുതാം, R is equal to K into concentration of reactant raised to 2 because it's a second order. ഇനി എക്സിൻ്റെ കോൺസെൻട്രേഷൻ 3 times ആക്കുന്നു. അപ്പോൾ പുതിയ റേറ്റ് R1 is equal to K into 3 times ആക്കി, അപ്പോൾ 3x ഹോൾ റേസ് ടു 2. ഇപ്പോൾ 3ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 9. അതിന് ഫ്രണ്ടിൽ എഴുതി K into x റേസ് ടു 2. K into x റേസ് ടു 2 ഇനിഷ്യൽ റേറ്റ്. അപ്പോൾ പുതിയ റേറ്റ് എന്ന് പറയുന്നത് 9 times ദി ഇനിഷ്യൽ റേറ്റ്. ദെർഫോർ ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് Y ഈസ് അഫക്റ്റഡ് 9 times. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഫ്രം ദ റേറ്റ് എക്സ്പ്രഷൻ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഓർഡർ ആൻഡ് ഡയമെൻഷൻ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. അത് സിമ്പിളാണ്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, അവിടെ റേറ്റ് ലോ തന്നിട്ടുണ്ട്, എയുടെയും ബിയുടെയും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ റേറ്റാണ്. അപ്പോൾ ഇനിഷ്യൽ റേറ്റ് കണ്ടുപിടിക്കാൻ R is equal to കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ കോൺസെൻട്രേഷൻ 0.1 റൈസ് ദ പവർ 1, ബിയുടെ കോൺസെൻട്രേഷൻ 0.2 റൈസ് ദ പവർ 2. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ റേറ്റ് കിട്ടി. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആഫ്റ്റർ എ ഈസ് റെഡ്യൂസ് ടു 0.06 മോൾ പെർ ലിറ്റർ. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ ഇത്രയായിട്ട് കുറയുമ്പോൾ പുതിയ റേറ്റ്, അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ കുറയത്തില്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് എ റിയാക്ട് ചെയ്ത് എത്ര എന്നറിയണം. എ റിയാക്ട് ചെയ്തത് അറിയണമെങ്കിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.1 നിന്ന് ഇത് കുറയ്ക്കുക ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എത്ര കിട്ടും? 0.04 എന്ന് കിട്ടും. അപ്പോൾ ബി റിയാക്ട് ചെയ്യുന്നത് എയുടെ പകുതിയല്ലേ? 2:1 റേഷ്യോ അല്ലേ? അപ്പോൾ ബി റിയാക്ട് ചെയ്തതിൻ്റെ പകുതി. അപ്പോൾ ബി റിയാക്ട് ചെയ്തത് എന്തായിരിക്കും? 0.04ൻ്റെ പകുതി, ദാറ്റ് മീൻസ് 0.02. അപ്പോൾ പിന്നെ ഈ സമയത്ത് ബി എത്ര മിച്ചം വരും? ഇനിഷ്യൽ 0.2 ഇല്ലേ? അപ്പോൾ ആ 0.2 നിന്ന് എന്ത് കുറയ്ക്കുക? 0.02 കുറയ്ക്കുക. അപ്പോൾ എ 0.06 ആയിട്ട് കുറയുമ്പോൾ ബി എത്ര ആയിട്ട് കുറയണം? 0.18. ദെർഫോർ എമൗണ്ട് ഓഫ് ബി ലെഫ്റ്റ്
ഈസ് ഈക്വൽ ടു 0.18. ഇനി നമുക്ക് പുതിയ റേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈസ് ഈക്വൽ ടു കെക്ക് മാറ്റമില്ല, കെ അതേ വാല്യൂ തന്നെ കൊടുക്കും. എയുടെ കോൺസെൻട്രേഷൻ മാറി എത്രയാണ്? 0.06 റൈസ് ടു ദ പവർ 1. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് മാറി? 0.18 ദ ഹോൾ സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതിയ റേറ്റ് കിട്ടും. 3.89 × 10 raised to -9 എന്ന് കിട്ടും. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ റിയാക്ഷൻ ഈസ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻ. അപ്പോൾ R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ റൈസ് ടു 2. ഹൗ ഈസ് ദ റേറ്റ് അഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഈസ് ഡബിൾഡ്? അപ്പോൾ പുതിയ റേറ്റ് R1 പറയൂ. K ഇൻറ്റു റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇരട്ടിയാക്കി. ഇപ്പോൾ 2R റൈസ് ടു 2. ഇപ്പോൾ 2 × സ്ക്വയർ 4. അപ്പോൾ 4 ഇൻറ്റു KR raised to 2. KR raised to 2 is the initial rate. So 4 into initial rate. So the new rate become 4 times. Ini reduced to half. So pudhiya rate R2 is equal to K into pagidiyaki. So half R raised to the power 2. So 1/2 the whole square 1/4. That's front ledi. K into R raised to 2. K into R raised to initial rate. Therefore the new rate become 1/4 times. Adutha question. A reaction is first order in A and second order in B. അപ്പോൾ റേറ്റിൽ അങ്ങനെ എഴുതാം. R is equal to K into A raised to 1, B raised to 2. Write the differential rate expression. അപ്പോൾ ഡിഫറൻഷ്യൽ ഫോം എഴുതുമ്പോൾ ആറിന് പകരം നമുക്ക് എഴുതാം -dr/dt അല്ലേ, ഓർ dx/dt ഓർ -da/dt into K A raised to 1, B raised to 2. Then how is the rate affected on increasing the concentration of B 3 times? അപ്പോൾ പുതിയ റേറ്റ് R1 K ഇൻറ്റു എയുടെ കോൺസെൻട്രേഷൻ ഒന്നും ചെയ്തില്ല, ബിയുടെ കോൺസെൻട്രേഷനെ 3 മടങ്ങാക്കി. അപ്പോൾ 3 times B റൈസ് ദ പവർ 2. അപ്പോൾ 3 × സ്ക്വയർ 9. അപ്പോൾ പുതിയ റേറ്റ് എന്താവും? 9 times ആവും. ഇനി ഹൗ ഈസ് ദ റേറ്റ് അഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾ? രണ്ടും ഇരട്ടിയാക്കുന്നു. അപ്പോൾ പുതിയ റേറ്റ് R2 is equal to K. എ ഇരട്ടിയാക്കുന്നു 2A, ബി എ ഇരട്ടിയാക്കുന്നു 2B റൈസ് ദ പവർ 2. അപ്പോൾ 2 2 ഇഞ്ഞ് പുറത്തെടുത്തു. അപ്പോൾ ഈ 2 ഇഞ്ഞ് മാറ്റി എഴുതി, 2 × സ്ക്വയർ 4 മാറ്റി എഴുതി. അപ്പോൾ 8 ആയി. ബാക്കി K ഇൻറ്റു A raised to 1, B raised to 2. അത് ഇനിഷ്യൽ റേറ്റ്, ഇത് ഇനിഷ്യൽ റേറ്റ് ആണ്. അപ്പോൾ 8 times ആവും. ഇൻ എ pseudo ഫസ്റ്റ് ഓർഡർ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഇൻ വാട്ടർ ദ ഫോളോയിങ് റിസൾട്ട്സ് വെർ ഒബ്റ്റെയിൻ. കാൽക്കുലേറ്റ് ദ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും 2 ടൈം ഇൻ്റർവൽ എടുക്കുക. ആ ടൈമിന് ഇടയ്ക്കുള്ള റേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ. പിന്നെ ഷോ ദാറ്റ് ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. K ഓൾമോസ്റ്റ് സെയിം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ദ ഗിവൺ ഡേറ്റ റെപ്രസെൻറ്റ് ദിസ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഈസ് എ pseudo ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ദ ഫോളോയിങ് റിസൾട്ട്സ് ഹാവ് ബീൻ ഒബ്റ്റെയിൻ ഫോർ ദ കൈനറ്റിക് സ്റ്റഡീസ് ഓഫ് 2A + B ഗിവിംഗ് C+D. അപ്പോൾ ഇത് ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എയുടെ ഓർഡർ കണ്ടുപിടിക്കണം, ബിയുടെ ഓർഡർ കണ്ടുപിടിക്കണം, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കണം, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടുപിടിക്കണം, ഓവറോൾ ഓർഡർ കണ്ടുപിടിക്കണം. ഇനി എൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ജനറൽ റേറ്റിലാണ് എഴുതാം. R is equal to K ഇൻറ്റു എയുടെ ഡിപ്പെൻഡൻസ് M ടൈം എന്നിരിക്കട്ടെ, ബിയുടെ ഡിപ്പെൻഡൻസ് M ടൈംസ് എന്നിരിക്കട്ടെ. അപ്പോൾ ഈ റേറ്റ് ഈ കോൺസെൻട്രേഷൻ വെച്ചുകൊണ്ട് നമുക്ക് 4 ഇക്വേഷൻ എഴുതാം. ആ 4 ഇക്വേഷനിൽ എയുടെ പവർ M കണ്ടുപിടിക്കണമെങ്കിൽ ബി ടേം ക്യാൻസൽ ആവുന്നത് ഉള്ള ഇക്വേഷൻ ഒരേപോലെ ബി ടേം ഉള്ള ഇക്വേഷൻ നോക്കിയിട്ട് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി ടേം ക്യാൻസൽ ആവും. അപ്പം M കണ്ടുപിടിക്കാം. ഇതേപോലെ എയുടെ ടേം ഈക്വൽ ആവുന്ന 2 ഇക്വേഷൻ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ ടേം വെട്ടിപ്പോവും. അപ്പോൾ ബിയുടെ പവർ N കണ്ടുപിടിക്കാം. അങ്ങനെ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എയും ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എഴുതാം, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എഴുതാം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഓവറോൾ ഓർഡർ എഴുതാം. എയുടെ പവറും ബിയുടെ പവറും കൊടുക്കുമ്പോൾ റേറ്റില കിട്ടി. ആ റേറ്റില നിന്ന് K കണ്ടുപിടിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക, ഫസ്റ്റ് വാല്യൂ തന്നെ എടുക്കുക. അതിനകത്ത് റേറ്റിൻ്റെ വാല്യൂ ഉണ്ട്, എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഉണ്ട്. എന്നിട്ട് എയുടെ പവറും ബിയുടെ പവറും ഇപ്പോൾ കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K വാല്യൂ കിട്ടും. ഇനി അതേപോലെ ഇവിടെ വിട്ടിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16. Derive the integrate rate constant expression for zero order reaction and then show that half-life period of zero order reaction is directly proportional to initial concentration of reactor. നമ്മൾ പ്രൂവ് ചെയ്താണ്, അതുപോലെ ചെയ്താൽ മതി. Question number 17. Derive the integrate rate constant expression for first order reaction and then show that half-life period of a first order reaction is independent of initial concentration of reactant or half-life period is a constant. അതും derive ചെയ്യാം. ഇനി question number 18. The initial concentration of N2O5 in the following first order reaction is given.
The concentration of N2O5 after 60 minutes is also given. Calculate the rate constant of the reaction at 318 Kelvin. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19. The rate constant of a first order reaction is 60 per second. How much time will it take to reduce the initial concentration of reactant to its 1/16th value? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡറിൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? T is equal to 2.303 divided by, അപ്പോൾ K താഴെ വരും. ഇനി ലോഗ് R0/R. ഇവിടെ Kയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 60 per second. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എക്സ് നിർത്താൽ കോൺസെൻട്രേഷൻ ആഫ്റ്റർ ടൈം ടി എത്രയാണ്? 1/16. ദാറ്റ് മീൻസ് 1/16 ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ എക്സ് ക്യാൻസലായി, അപ്പോൾ 1/16 കിട്ടും. ദാറ്റ് മീൻസ് അതിനെ തിരിച്ചു ഗുണിക്കുമ്പോൾ log 16, അതായത് log 2/4. അപ്പോൾ 4 log 2. അപ്പോൾ 4 × log 2ൻ്റെ വാല്യൂ 0.3010. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടിയുടെ വാല്യൂ കിട്ടും. ഇത് റേറ്റ് കോൺസ്റ്റൻറ്റ് പെർ സെക്കൻഡ് ആയതുകൊണ്ട് ടി അതിൽ കിട്ടും, സെക്കൻഡിൽ കിട്ടും. ഇനി for a first order reaction, show that the time required for 75% completion is twice the time required for 50% completion of reaction. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T is equal to 2.303 divided by K into log R0/R എന്നല്ലേ. അപ്പോൾ നമുക്ക് 75% കംപ്ലീറ്റ് ചെയ്യാൻ സമയം ഹാഫ് ലൈഫിൻ്റെ ഇരട്ടിയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 2.303 divided by K into log ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100 എടുത്തു, 75% കംപ്ലീറ്റ് ആയി. അപ്പോൾ വാട്ട് ഇസ് ദ റിമൈനിങ്? 25. ദെർഫോർ T 75% കംപ്ലീഷൻ എടുക്കുന്ന സമയം ഇസ് ഈക്വൽ 2.303 divided by K into log 4 എന്ന് കിട്ടത്തില്ലേ? 100/25 4. 4നെ 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ദെർഫോർ 2.303 ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? n log e. അപ്പോൾ 2 log 2 ഡിവൈഡഡ് ബൈ K. T 75% is equal to 2നെ ഞാൻ ഫ്രണ്ട് എഴുതി, 2 ഇൻറ്റു 2.303 divided by K into log 2ൻ്റെ വാല്യൂ 0.3010. അപ്പോൾ 2 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.693 എന്ന് കിട്ടും, ഡിവൈഡ് ബൈ K. എന്താണ് ഒരു ഫസ്റ്റ് ഓർഡറിൽ 0.693 ഡിവൈഡ് ബൈ K? അതല്ലേ ഹാഫ് ലൈഫിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് T 75% ഈസ് ഈക്വൽ ടു എന്ന് കിട്ടി 2 ഇൻറ്റു T half or T 50%. Therefore, the time required to react 3/4 of the reaction is equal to 2 times half-life, or the time required to react 75% completion is equal to 2 times 50% completion time. Okay.